ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീടൊന്ന് പെട്ടെന്ന് മുഴുവനും വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ വിഷു അല്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇനി ഞാൻ ആദ്യം ചായ കുടിച്ചിട്ട് വീട് ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന. ഹാഫ് കുക്കഡ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമുക്ക് ചിക്കൻ കറി ഒന്ന് റെഡിയാക്കിയെടുക്കാം. എണ്ണ ചൂടായപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുമല്ലോ. സവോള, ഇഞ്ചിയും പച്ചമുളകും തക്കാളി ഇതെല്ലാം വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം വഴഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇത്രയൊന്നും ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കുക്കറിൽ നല്ലോണം ഒന്ന് 2-3 വിസിലടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പം പെട്ടെന്ന് തന്നെ സമയം കളയാതെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കിയെടുത്ത് ചപ്പാത്തിയും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ക്ലീനിങ്ങിലേക്ക് പോകാമല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ലോണം ഞാൻ വഴറ്റി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കറി അങ്ങനെ ഞാൻ കുക്കറിൽ വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി നമ്മൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്തേക്കാം. അപ്പം കറി അവിടെ ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് കറി നല്ലോണം അവിടെ സെറ്റായി വന്നോളും. ഇനി നമുക്കതൊന്ന് കുക്കർ അടച്ചിട്ട് അവിടെ മാറ്റി വെച്ചേക്കാം. ഞാൻ ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഹാഫ് കുക്കഡ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പരത്തിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഭാഗം ചപ്പാത്തിയുടെ പൊള്ളി വന്നിട്ടുണ്ട്, മറ്റേ ഭാഗം കൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി നമ്മൾ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഞാൻ പെട്ടെന്ന് ആദ്യം തന്നെ ക്ലീനിങ്ങിലേക്ക് കിടക്കുമ്പോൾ സ്റ്റൗവാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ തേച്ച് കഴുകാറ്. എപ്പോഴും ക്ലീനിങ് തുടങ്ങുമ്പോഴും ഞാൻ ഫസ്റ്റ് സ്റ്റൗവും അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് കിടക്കാറുള്ളത്. അപ്പോൾ സ്റ്റൗവൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എന്ന് നമ്മളിങ്ങനെ കുക്കിംഗ് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡിഷ് വാഷ് ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് ഓരോള്ള സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഉരച്ചെടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റൗവിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഇതൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അവിടുത്തെ ടൈല് എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചീത്ത ഡ്രസ്സാണ് എടുത്തിടാറുള്ളത്. അധികം നല്ല ഡ്രസ്സല്ലാതെ ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ ഞാൻ കുറച്ച് മോശം ഡ്രസ്സാണ് എടുത്തിടാറുള്ളത്. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും അതിൽ ഭയങ്കരമായിട്ട് അഴുക്കും ഇതൊക്കെ ആവും. അപ്പം അതുകൊണ്ട് ഒരു ചീത്ത ഡ്രസ്സ് എടുത്തിട്ടിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പൊടിയും ചെളിയൊക്കെ ആവും. പിന്നെ ഞാൻ സ്റ്റവ് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് ചോറിനുള്ള വെള്ളം ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലീനിങ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചാകുമ്പോഴത്തേക്കും വെള്ളം തിളച്ചോളൂ. അപ്പം നമുക്ക് അരിയിട്ട് ഇറക്കിയും വെക്കാം. ഇപ്പം ചിക്കൻ കറി ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും പപ്പടം മുട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനും ഈസിയായി. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ക്ലീനിങ് ചെയ്യാമല്ലോ ചോറ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ആ സമയത്തൊന്ന് പപ്പടം കാച്ചാലും മുട്ട പൊരിക്കുക ചെയ്താൽ മതി. പിന്നെ ഞാൻ അടുക്കളത്തെ ജനലിൻ്റെ പൊടിയെല്ലാം ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നാളൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്തതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ചീത്തയാൻ തോന്നുമ്പോൾ ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊന്ന് അത്യാവശ്യമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അടിച്ചൊക്കെ വരുമ്പം ജനലിലെ പൊടിയൊക്കെ ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ തട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഡീപ്പ് ക്ലീൻ എപ്പോഴും ചെയ്യേണ്ട ആവശ്യം വരില്ല. പൊടികളൊക്കെ ജസ്റ്റ് പോയി കിട്ടിക്കോളും. എല്ലാ ദിവസവും നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ജനലിലെ പൊടിയൊക്കെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അടുക്കളയുടെ 2 ജനലിലെ ഞാൻ പൊടിക്കൊന്ന് തട്ടി, അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചായിട്ടുള്ളൂ നമ്മളൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അടുക്കളയിലെ ജനലിലെ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തു. കണി വെക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണമല്ലോ. അത് നമ്മൾ കണി വെക്കുന്നതിന് തലേദിവസം നമ്മൾ ക്ലീൻ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് നമ്മൾ വിഷ് കണിയുടെ വീഡിയോ ആണ് ഇട്ടത് കേട്ടോ. അപ്പം അത് കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കണം. ചെറിയൊരു വിഷാഘോഷമായിരുന്നു നമ്മുടെ. എന്നാലും നമ്മൾ സന്തോഷമായിട്ട് ആഘോഷിച്ചു. അങ്ങനെ നമ്മൾ അടുക്കളയിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജനലിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആ ടൈലുകളൊക്കെ ഒന്ന് അടുക്കളയിലെ കൗണ്ടർ ടോപ്പിനുള്ള ടൈലൊക്കെ ഒന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം. അതൊക്കെ നല്ലോണം എന്നാളൊന്ന് തേച്ച് ചെടിയൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്ത് അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അധികം ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മളെന്നും തേച്ച് കഴുകി കൊടുക്കുകയാണെങ്കിൽ പായലും ഒന്നും പിടിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും ഒന്ന് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഡീപ്പ് ക്ലീൻ തോന്നുന്നുണ്ടെങ്കിൽ ആഴ്ചയിലോ അല്ല മാസത്തിലോ ഒരിക്കലൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നിലത്ത് ഞാനിതാ ഫ്രിഡ്ജിൻ്റെ
അടിഭാഗമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഫ്രിഡ്ജാണ്. അപ്പം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ തട്ടിയാണ് ഇരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഇപ്പോൾ 10-12 വർഷമായ ഫ്രിഡ്ജാണ്. അപ്പോൾ വീടായി കഴിയുമ്പോൾ നമുക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ അതിൻ്റെ ആ ഒരു തുരുമ്പൊക്കെ പിടിക്കാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാർപ്പിക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ച് ഉരച്ചു കൊടുക്കും. അപ്പം നമുക്കിങ്ങനെ നന്നായിട്ട് അവിടുത്തെ ആ ഒരു തുരുമ്പും ഒക്കെ നന്നായിട്ട് പോയി കിട്ടും. പിന്നെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ അടുക്കളയിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹാളിൽ 2 ജനലാണ് നമുക്കുള്ളത്. അതും നമ്മൾ ഇന്നാളെ ഡീപ്പ് ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടി അധികം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്ന് ഞാൻ തട്ടി കൊടുക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ഒന്ന് തുടച്ച് ജനലൊക്കെ ഒന്ന് തുടച്ച് വാതിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി അടിച്ചു വരുന്ന സമയത്ത് ഇത് വെച്ചിട്ടൊന്ന് പൊടി തട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു പൊടി ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കർട്ടനൊക്കെ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും കഴുകുക. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പം ഞാൻ ഹാളിൽ 2 ജനലും ഒരു ജനലിതാ തട്ടി ഏകദേശം കഴിഞ്ഞു. പിന്നെ കർട്ടനൊക്കെ നീക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ജനലും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ പൊടിയും കൂടെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പം ഈ ജനലിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പൊടിയൊക്കെ തട്ടി കഴിയാനായി നമുക്ക് അടുത്ത ജനലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ മറ്റേ ഭാഗത്തുള്ള നമ്മുടെ ഡോറിൻ്റെ അടുത്തുള്ള ജനലിലെ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ തട്ടി കർട്ടനൊന്ന് നീക്കിയിടാം. പിന്നെ കർട്ടനൊന്ന് കഴുകിയാൽ മതിയല്ലോ. അപ്പം ഞാൻ കർട്ടൻ അതുപോലെ അലക്കുമ്പോൾ ഹാളിലെ കർട്ടൻ ഒരു പ്രാവശ്യം അലക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത റൂമിൻ്റെ കർട്ടൻ ഒന്ന് അലക്കിയിടും. അങ്ങനെ നമുക്ക് കർട്ടൻ ഇങ്ങനെ ഓരോ ദിവസം ഞാനിങ്ങനെ മാറ്റി മാറ്റി ആണ് കഴുകാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കർട്ടൻ അലക്കുന്ന ഒരു ബുദ്ധിമുട്ടും മാറിക്കിട്ടും. അപ്പം നമ്മളെല്ലാം ഡിവൈഡ് ചെയ്ത് ക്ലീനിങ്ങിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു എന്തെങ്കിലും ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയുള്ള. പിന്നെ നമുക്ക് ചെയ്യാൻ ഇനി ഇതിൽ നമ്മൾ ജനലൊക്കെ തട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് സോഫ. നമ്മുടെ അവിടെ ഒരു സോഫ ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെള്ളം ഒഴിച്ചിടോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീത്തയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അവിടെ അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ കറകളൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഹാർപ്പിക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കാറ്. ഹാർപ്പിക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറകളൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിറക്കുന്നുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അവിടെയും തേച്ചെഴുകി സോഫയൊക്കെ നീക്കിയിട്ടു. ഇനി നമുക്ക് മിററും അതുപോലെ വാഷ് ബേസൊക്കെയാണ് തേച്ചെഴുകാനുള്ളത്. അപ്പം അതും ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പം ഇതിൻ്റെ അടിവശം ഒന്ന് കുറച്ച് ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ ഹാർപ്പിക് ഒഴിച്ചൊന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഹാർപ്പിക് ഒഴിച്ചൊന്ന് തുടച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി ചീത്ത പോലെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അങ്ങോട്ട് ക്ലീനായി കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ഹാർപ്പിക് ഒഴിച്ച് അവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ ഈ കുറച്ചിങ്ങനെ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ട് ഹാർപ്പിക് ഒഴിച്ചൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് എന്തെങ്കിലും കറ പിടിച്ചിരിക്കുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹാർപ്പിക്കൊക്കെ ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ അടുക്കളയും ഞാൻ തുടച്ചു, ഹാളും ഒക്കെ തുടച്ചു. ഇനി നമുക്ക് കുറച്ച് പുറം ഭാഗത്ത് കുറച്ചൊരു ടൈലുണ്ട് കേട്ടോ. നമ്മുടെ അങ്ങനെ ഒരു ഫ്രണ്ട് ഭാഗം കുറച്ച് ടൈലും പിന്നെ കുറച്ചിങ്ങനെ ഒരു പരുക്കം പോലെ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ ഇവിടെയും കുറച്ചിങ്ങനെ ഒരു ഇത് ചെളി പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജസ്റ്റ് എന്തോന്ന് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒന്ന് ഹാർപ്പിക് ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ പുറം ഭാഗം ഞാൻ പറഞ്ഞില്ല കുറച്ച് ടൈലുണ്ടെന്ന്, അവിടെ ഞാൻ ഇതുപോലെ ഹാർപ്പിക് ഒഴിച്ചൊരു ബ്രഷ് വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റിയ കുറച്ച് അതിൻ്റെ പിടി കുറച്ച് നീളമുള്ള ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ചെഴുകിയതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നെ പുറം ഭാഗം ഇതുപോലെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ ഞാനൊന്ന് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്